എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 8 ആണ്. എന്താണ് ഡിവിസിബിലിറ്റി റൂൾസ്? ഡിവിസിബിലിറ്റി റൂൾസ് നമ്മളെ എന്തിനാണ് സഹായിക്കുന്നത്? നമുക്കൊരു നമ്പർ മറ്റൊരു നമ്പർ കൊണ്ട് കൃത്യമായി ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് ഷോർട്ട് കട്ട്സ് ആണ് ആക്ച്വലി ഡിവിസിബിലിറ്റി റൂൾസ്. അതായത് ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ കിട്ടുന്ന റിമൈൻഡർ 0 ആണോ എന്ന് ആക്ച്വൽ ഡിവിഷൻ ചെയ്യാതെ ചെക്ക് ചെയ്യാൻ സഹായിക്കുന്ന ചില ഷോർട്ട് കട്ട്സ് ആണ് ആക്ച്വലി ഡിവിസിബിലിറ്റി റൂൾസ്. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 8 ആണ്. എന്താണ് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 8 പറയുന്നത്? തന്നിരിക്കുന്ന ഒരു നമ്പർ 8 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൻ്റെ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് കൊണ്ട് ഫോം ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് 8 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൻ്റെ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 000 ആയിരിക്കണം. അപ്പോൾ എത്ര വലിയ നമ്പർ തന്നു കഴിഞ്ഞാലും 8 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ എന്തുമാത്രം നോക്കിയാൽ മതി? അതിൻ്റെ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് മാത്രം നോക്കിയാൽ മതി. നമുക്കിതൊരു എക്സാമ്പിൾ വെച്ച് ഡീറ്റെയിൽ ആയി നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന നമ്പർ എത്രയാണ്? 26,58,312. ഈ നമ്പർ 8 കൊണ്ട് ഡിവിസിബിൾ ആണോ? അതായത് ഈ നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 0 ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 8 പ്രകാരം തന്നിരിക്കുന്ന നമ്പറിൻ്റെ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് കൊണ്ടുണ്ടാവുന്ന നമ്പർ ഏതാണ്? 312. ഇനി ഈ 312നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോഷ്യൻ്റായി 39ഉം റിമൈൻഡറായിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? 0യുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 312 8 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് പറയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 8 പ്രകാരം നമുക്ക് എന്ത് പറയാം? തന്നിരിക്കുന്ന നമ്പർ, അതായത് 26,58,312 എന്ന് പറയുന്ന നമ്പർ 8 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ് എന്ന് പറയാൻ സാധിക്കും. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന നമ്പർ നോക്കൂ. ഇതിൻ്റെ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് എത്രയാണ്? 000 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 8 പ്രകാരം നമുക്ക് എന്ത് പറയാം? ഈ നമ്പർ എന്ന് പറയുന്നത് 8 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതായത് ഈ നമ്പറിനെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. മറ്റൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന നമ്പർ 8 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ലാസ്റ്റ് 3 ഡിജിറ്റ്സ് കൊണ്ടുണ്ടാവുന്ന നമ്പർ ഏതാണ്? 126 അല്ലേ? ഇനി ഈ 126 എന്ന് പറയുന്നത് 8 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം. നോക്കൂ, 126നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോഷ്യൻ്റായി 15ഉം റിമൈൻഡറായി 6ഉമാണ് കിട്ടുന്നത്. റിമൈൻഡർ 0 അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് 126 8 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് പറയാൻ സാധിക്കില്ല. 8 കൊണ്ട് ആക്ച്വലി 126 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നിരിക്കുന്ന ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നതും എന്തുകൊണ്ട് ഡിവിസിബിൾ അല്ല? 8 കൊണ്ട് ഡിവിസിബിൾ അല്ല. ഇനി എത്ര വലിയ നമ്പർ തന്നാലും 8 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി ഈസിയായി ചെക്ക് ചെയ്യാലോ. എന്തുമാത്രം നോക്കിയാൽ മതി? അവസാനത്തെ 3 ഡിജിറ്റ്സ് 000 ആണോ, അല്ലെങ്കിൽ അവസാനത്തെ 3 ഡിജിറ്റ്സ് കൊണ്ടുണ്ടാവുന്ന നമ്പർ എന്ന് പറയുന്നത് 8 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി.